ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടൊരു മീൻ കറിയാണ്. നല്ല തേങ്ങ അരച്ച തിണ്ട മീനും കൊണ്ട് ഉണ്ടാക്കി. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ ചിരവിയത്, മീൻ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പുളിവെള്ളം, വെളിച്ചെണ്ണ, വലിയ ജീരകം, ചെറിയുള്ളി, ഉലുവ. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചൂടായി വന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് പൊട്ടിക്കാം. നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പം അതിലേക്ക് നമുക്ക് തക്കാളിയും ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയാണ്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മീനിലേക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം വലിയ ജീരകവും ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ജീരകവും ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് അരച്ചെടുക്കാം. അപ്പം 2 മിനിറ്റിന് ശേഷം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിക്കണം. മസാലേൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. അതൊരു 2 മിനിറ്റ്. അപ്പോൾ അടച്ചു വെച്ചിട്ട് എടുക്കുക. 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി പുളിവെള്ളം ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. മൂടി വെക്കാം. നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. മിക്സീൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് മിക്സാക്കി നമുക്ക് തിളക്കാൻ വെക്കണം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കി കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കിയിട്ട് മീനും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളക്കാൻ വെക്കാം. മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. ഇളക്കാതെ പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. മൂടി വെച്ച് ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി തിള വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മീനെല്ലാം വെന്ത് നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മീനൊന്നും പൊട്ടാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മീനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം മീൻ പൊട്ടാതെ ഇളക്കണം. ഇങ്ങനെ
അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലും കൊണ്ട് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഇതുപോലെ പൊട്ടാതെ നല്ല കിട്ടും. അപ്പം കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം.